സംസ്ഥാനത്ത് വീണ്ടും പനിമരണം. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി ദാസന്റെ മകൻ ഗോകുലാണ് മരിച്ചത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് അധികൃതർ പറഞ്ഞു. ഇതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ കഴിയും. അതിനുശേഷം അതിന്റെ പ്രിക്കോഷനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ആ ഏരിയയിലൊക്കെ ഫീവർ സർവേ നടക്കുന്നുണ്ട്. നാളെ അവിടെ ഒരു ഫീവർ. സംസ്ഥാനത്ത് ഇന്നലെ ഒറ്റ ദിവസം 10,000-ലേറെ പേരാണ് ചികിത്സ നേടിയതെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 18 ദിവസത്തിനിടെ പനി ബാധിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. ഇന്നലെ പത്തനംതിട്ടയിൽ 2 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു. എല്ലാ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി. എലിപ്പനി പ്രതിരോധ മരുന്ന് കഴിക്കാൻ എല്ലാവരും തയ്യാറാകണം. പനിക്കണക്കുകൾ നൽകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി. നമ്മൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്ന കാര്യം ഓരോ ജില്ലയിലും ഏതാണ് അഫക്റ്റഡ് ഏരിയ, എവിടെയാണ് വ്യാപനമുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ഇടങ്ങളിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിരോധ നടപടികൾ ശക്തമാക്കണം, ഊർജിതമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഫീൽഡ് തലത്തിലുള്ള ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഈ 2 കാര്യം, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ എലിപ്പനിക്ക് നമ്മൾ കാണുന്നത് ഈ കാഫ് മസിൽസിന്, ഇപ്പോൾ പനിയില്ലാതെ കാഫ് മസിൽസ്, അതായത് കാലിൻ്റെ മുട്ടിന് പുറകിലെ മസിൽസിന്, മുട്ടിന് താഴെ ഉള്ള കാലിന് പുറകിലെ മസിൽസിന് ഒരു വേദന വരും, കാഫ് മസിൽസ്. അത് ഇതിൻ്റെ സിംറ്റംസിൽ ഉള്ളതാണ്. പക്ഷേ അത് മാത്രം വരുന്നവർക്കും പിന്നീട് എലിപ്പനി പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്.